എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ ഒരിക്കലും തട്ടി മാറ്റരുത്. പ്രതീക്ഷയാണ് വിജയം, വിജയമാണ് പരാജയം, പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ലക്ഷ്യം വെച്ചെങ്കിലാ നമുക്ക് ഉന്നത വിജയം നേടാൻ പറ്റുള്ളൂ. ലക്ഷ്യത്തിലേക്ക് എത്തും വരേക്കും കുറെ പരാജയങ്ങൾ അവിടെ സംഭവിക്കും. ഹായ് ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ ഒരു കുട്ടിയുടെ കമന്റ് ആണ് ഇന്ന് ഇന്നിവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ കമന്റ് എന്ന് വെച്ചാല്, ഞാൻ PSC ട്രെയിനറാണോ, PSCക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, PSC ടീച്ചറാണോ എന്നൊക്കെയാണ് ആ കുട്ടി ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ രണ്ടാമത്തെ ഒരു വീഡിയോക്ക് ഇന്ന് ഞാൻ സ്റ്റാർട്ടിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനൊരു കാരണമുണ്ട്. ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ കുട്ടിയാണ് ഒരൊറ്റ കമന്റിലൂടെയാണ് ഞാൻ ആ കുട്ടിയെ നന്നായിട്ട് ഓർക്കുന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്താലോ എനിക്ക് നല്ലൊരു താല്പര്യമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ലാതെ വീടിന്റെ അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്ന, അടിച്ചിരുന്ന് തോത്തുന്ന, തുടക്കണ്, അലക്കണ്, ഈ ഒരു ജോലി ചെയ്യുന്ന എന്നെ ആ കുട്ടി വേറെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. എൻ്റെ ഒരു ബയോഡാറ്റയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ കളവ് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സത്യസന്ധമായിട്ട് ആ കുട്ടിയുടെ എന്താ പറയാ ഇതിന് മറുപടി പറയാന്ന് വിചാരിച്ച്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് പഠനം എന്നുള്ളത് ഞാൻ എന്താക്കി അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഞാൻ അടുക്കള ജോലിയും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം അന്നത്തെ കാലഘട്ടം എന്നുള്ളത് ഇന്നിപ്പോ എല്ലാവർക്കും പോലെ അന്ന് ജോലിയില്ല, അന്ന് ആരും ജോലിക്ക് പോകൂല, അന്ന് ആരും ജോലിക്ക് പറഞ്ഞേക്കൂല, ആർക്കും ജോലി ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. പിന്നെന്തിന് വീട്ടിലെ ജോലി, പുറത്തെന്തിന് ജോലി, പുറത്തുള്ള ജോലി, വീട്ടിലെ ജോലി, വീട്ടിലെ ജോലി, പുറത്തെ ജോലി, ഈ എല്ലാ ജോലിയും കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല പ്രിയപ്പെട്ടവരെ, പറ്റൂല. അതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ്. അതൊന്നും ഒരിക്കലും സാധിക്കില്ല. നമ്മൾ വിചാരിക്കും നമുക്കിതിനൊക്കെ പറ്റും. വീട്ടിലെ ജോലിയും പുറത്തെ ജോലിയും, വീട്ടിലെ ജോലിയും പുറത്തെ ജോലി, എല്ലാ ജോലിയും കൂടി ചെയ്ത് നമുക്കൊന്നിനും ടൈമില്ലാതെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് എന്നെ പോലെ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുപോലെ കൗൺസിലിംഗ് ആണ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ താല്പര്യമുള്ളത് വെച്ചാൽ ആ താല്പര്യ മേഖലയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആരെ സർട്ടിഫിക്കറ്റോ വേണ്ട, ആരെ അംഗീകാരം നമുക്ക് വേണ്ട, ആരെ ബിരുദാനന്തരം നമുക്ക് വേണ്ട, നമുക്കൊന്നും വേണ്ട. നമ്മളിലുള്ള കഴിവ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ മനക്കെട്ടാൻ നമുക്ക് കഴിയുമെന്നാണ് പറയാനുള്ളത്. ഇവിടെ എൻ്റെ ചുറ്റുഭാഗം ശൂന്യമാണ്. അതുകൊണ്ട് ഇവിടെ ആരോടും എനിക്ക് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയേക്കാണ്, എൻ്റെ മൂപ്പരാക്ക പുറത്ത് ജോലിക്ക് പോയേക്കാണ്, ഞാൻ ഒറ്റക്കാണ്. ബോറടിക്കുമ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഞാൻ ചെയ്യുന്നു. ആ ചെയ്യുന്നതിലൂടെ സത്യസന്ധമായിട്ടുള്ള വീഡിയോ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിലൂടെ എനിക്ക് കിട്ടുന്ന പൈസ നല്ല രീതിക്കാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ജോലിയില്ലാത്ത ടെൻഷൻ ഇവിടെ ഇല്ല എന്നാണ് ഇങ്ങടുത്ത് പറയാനുള്ളത്. ഇപ്പൊ ഇങ്ങക്ക് ഇവിടെ എന്താ ചെയ്യാൻ സാധിക്കാന്ന് ചോദിച്ചാല്, ഇങ്ങക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ, എന്തെങ്കിലും ഒരു ജോലി താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല. വീട്ടിലിരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, എനിക്ക് പുറത്തു പോകുന്നത് ഇഷ്ടമല്ല, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒഴിവുള്ള ഒരു സമയം ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നമ്മുടെ എല്ലാ കഴിവുകളും അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് തുറന്നട് വിട്ട് നോക്കും. നമുക്ക് വിജയം ഉണ്ടാകും. കാരണം ഇവിടെ സത്യസന്ധത മെയിനാണ്. ആ സത്യസന്ധതയാണ് നമുക്ക് വേണ്ടത്. ആ സത്യസന്ധതയാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. അതുമായിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. ചുമയായിരുന്നു പ്രിയപ്പെട്ടവരെ. 2 ദിവസമോ കുറേ ദിവസമായി ചുമ തുടങ്ങിയിട്ട്. ഈ ചുമയൊക്കെ തട്ടി മാറ്റിയിട്ട് പോടാ അങ്ങോട്ട് മാറി നില്ലടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ എൻ്റെ മൂപ്പരാക്കാക്ക് ഞാൻ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഇഷ്ടമുള്ളൂ, പുറത്ത് എനിക്ക് എന്താ പറയാ ഗവൺമെന്റ് കുറെ പഠിച്ചിട്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചാലോ അതെന്റെ മൂപ്പരാക്കാക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അതിന് പൂർണ്ണ സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ കട പറയുന്നത്. കാരണം നമ്മളാർക്കും ഒരു തലവേദനയായി മാറരുത്. കാരണം നമുക്കൊരു ജോലി ഇല്ലാന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
വീട്ടിലെ ഹസ്ബൻഡുമാര് വീട്ടിലേക്ക് കയറി വരുമ്പോൾ കണക്കുണ 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 കണക്കുണാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒന്ന് രണ്ടും സംസാരിച്ചാൽ പിന്നെ അടുത്തതായിട്ട് കച്ചറയിലേക്ക് പോകും. കച്ചറയിലേക്ക് പോകാൻ എനിക്ക് ടൈമില്ല, കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുന്നു, കുട്ടികളെ നോക്കുന്നു, എൻ്റെ മൂപ്പരാക്ക ഫുഡ് കഴിക്കാൻ വരുന്നു, മൂപ്പരാക്കാക്ക് ചോറ് കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ ഞാൻ തിരക്ക് പിടിച്ചൊരു ഇതിലാകുമ്പോൾ എനിക്ക് ടൈമില്ല. അതുകൊണ്ട് ദുഷ്ടചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവായി നല്ല ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തായാലും വിജയം ഉണ്ടാകും. ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രിയരെ ഒരു പരാജയം അത്യാവശ്യമാണ്. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. പരാജയമില്ലാതെ നമുക്ക് വിജയമില്ല. പലവട്ടം വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത്. അല്ലാതെ ഒറ്റ സുപ്രഭാതത്തിൽ ഒരു കുട്ടി പ്രസവിച്ച ഉടനെ നീച്ച് ഓടിയ ചരിത്രമില്ല. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ഒക്കെ വന്നാലും അതൊക്കെ നമുക്ക് വേണ്ടത് മാത്രം കേട്ട് വേണ്ടാത്തതൊക്കെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് ഒരു ചെവി കൂടെ ഒഴിവാക്കിയാൽ നമുക്ക് വിജയം ഉണ്ടാകും. മുതിർന്നവരുടെ വാക്ക് മുതുനെല്ലിക്കയിലാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായത് കൊണ്ട് നല്ലത് മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഇവിടെ നേടാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മൂപ്പരാക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ജോലി ചെയ്യണ്ട, നീ വീട്ടിലെ ജോലി ചെയ്തോ, ഇഷ്ടംപോലെ ജോലി എനിക്ക് ഇവിടെ ഉണ്ട്. കുട്ടികളെ നോക്കണം, കുട്ടികൾ വരുമ്പോൾ സ്കൂളിലെ ബുക്ക് പഠിപ്പിക്കണം, കുട്ടികൾക്ക് അതുണ്ടാക്കി കൊടുക്കണം, കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം, പിന്നെ മൂപ്പരാക്കാൻ്റെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ പല ആളുകളുടെ ഒരു 5-6 ആൾക്കാരെ കാര്യങ്ങൾ നമ്മളിലാണ് അവരർപ്പിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളും കൂടി ജോലിക്ക് പോയാൽ എന്താകും ആ വീട്ടിലൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയരെ? ഇപ്പം എൻ്റെ മൂപ്പരാക്ക കയറി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാതിൽ തുറന്നുകൊണ്ട് അകത്തിരിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ആളില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഹസ്ബൻഡുമാര് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണാം. ഇതുപോലെ എന്നെ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് പോകാം. അവിടെ നിങ്ങളെ കഴിവുകൾ അവതരിപ്പിച്ചാൽ എന്തായാലും വിജയം ഉണ്ടാവും. വിജയം വരണമെങ്കിൽ കുറച്ച് ടൈം എടുത്താലും നമുക്കൊരിക്കലും വിജയം ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. ഇപ്പം എനിക്ക് തന്നെ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പൈസ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ നമ്മൾ ജോലിക്ക് പോയാലും പോയിട്ടില്ലെങ്കിലും നമ്മൾ തിന്നും. നമ്മൾ വീട്ടിലിരുന്നിട്ടില്ലെങ്കിലും നമ്മൾ പുറത്ത് ജോലി ചെയ്താലും അകത്ത് പണി, അകത്ത് ജോലി ചെയ്താലും പുറത്ത് പണി, പുറത്ത് ജോലി ചെയ്താലും പുറത്ത് പണി. എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല. എത്ര ജോലി ചെയ്താലും നമ്മളെ ജോലി തീരുകയില്ല. തിരക്ക് പിടിച്ചൊരു ലോകത്ത് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മുടെ മരണത്തിലേക്കുള്ള ടൈം ആകും. അലക്സാണ്ടർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരുപാട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിന്നെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒന്ന് എൻ്റെ അരികിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അലക്സാണ്ടർ പറഞ്ഞു, അമ്മേ ഞാൻ തിരക്കിലാണ്, എനിക്ക് അടുത്ത ഒരു രാജ്യം വെട്ടിപ്പിടിക്കാനുണ്ട്. ആ രാജ്യം വെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ അടുത്തായിട്ട് അമ്മ വീണ്ടും പറയും, മോനെ നിന്നെ കാണാൻ എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളും അലക്സാണ്ടർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അമ്മേ ഞാൻ തിരക്കിലാണ്, ഞാൻ പിന്നെ വരാം, എനിക്ക് അടുത്ത രാജ്യം വെട്ടിപ്പിടിക്കണം. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് അലക്സാണ്ടറിന് അസുഖമായി. ഈ അസുഖമുള്ള അവസ്ഥയിൽ അലക്സാണ്ടർ ചിന്തിച്ചു, എൻ്റെ അമ്മ എന്നോട് എത്ര വട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടകരമായ ആ അവസ്ഥ അലക്സാണ്ടറിന് മനസ്സിലായി. അലക്സാണ്ടർ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലക്സാണ്ടർ പറഞ്ഞു, ചുറ്റിലുള്ള ആളുകളടുത്ത് പറഞ്ഞു, എൻ്റെ കൈകൾ രണ്ടും പുറത്തേക്ക് ഇങ്ങനെ നിവർത്തിയിട്ട് മരിച്ച മഞ്ചിൽ കൊണ്ടുപോകുമ്പോൾ 2 കൈയും പുറത്തേക്ക് ഇടണം എന്നാണ് അലക്സാണ്ടർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ലോകം വിട്ടുപോകുമ്പോഴും നമ്മൾ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് ഇനിയെങ്കിലും ഒരു പാഠമാകട്ടെ എന്നാണ് അലക്സാണ്ടർ
പറഞ്ഞിട്ടുള്ളത്. കാരണം അലക്സാണ്ടറിന് പറയാൻ കഴിയാത്തൊരു സമയത്ത് അലക്സാണ്ടർ കൈ പുറത്തേക്ക് ഇട്ടുകാണ്ട് നിർത്തി കാണിച്ചെടുക്കാണ്, ഇനിയുള്ള ആളുകളെങ്കിലും ചിന്തിച്ചിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ മരണത്തിലൂടെ ഒരു പാഠമാണ് നമുക്ക് അലക്സാണ്ടർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്താ പറയാ, എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, മരണത്തോട് മല്ലടിക്കാൻ നമുക്ക് ആർക്കും പറ്റുകയില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് നല്ല രീതിയിൽ നല്ല ചിന്തയോട് കൂടി ജീവിക്കുകയാണെങ്കിൽ നല്ലതേ നിങ്ങൾക്ക് വരുള്ളൂ, നല്ലതേ വരുള്ളൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ഏകദേശം ബയോഡാറ്റ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയെ നിർത്തുന്നു. ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ട് എനിക്ക് ചുമയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബൈ, സീ യു, ടാറ്റ. വീഡിയോ ചെയ്യുന്നതിലൂടെ എനിക്ക് പൈസ കിട്ടും. പൈസ കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് എന്താവും, നല്ല കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാം. ഒരു അസുഖം വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കരുത്. അസുഖം എല്ലാവർക്കും വരും. ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കൂ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ അസുഖം അവിടെ ഒന്നുമല്ലാതായി പോകും. പല ആളുകൾക്കും പല അസുഖങ്ങൾ അവിടെ ഉണ്ടാവും, പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളുടെ നിസാരാവും. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടാണ് നമുക്കൊന്നും അറിയാത്തത്. നമ്മൾ ഏത് മേഖലയിലാണോ അതിലിറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്, അപ്പൊ ഇതിന്റെ ബയോഡാറ്റ നടത്തി ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഒരു വട്ടം പറഞ്ഞത് 2 വട്ടം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരു കൗൺസിലിംഗ് ക്ലാസ്സിന് ഞാൻ പോയിട്ടില്ല, ഒരു കൗൺസിലിംഗ് എടുക്കാൻ ഞാൻ പോയിട്ടില്ല, ഒന്നിനും ഞാൻ പോകാതെയാണ് ഇവിടെ കുത്തിർന്നിങ്ങടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ ഇനി എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്നുള്ളത്, ഇപ്പൊ എനിക്ക് എന്താ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, ഇവിടെ നമുക്ക് ഒന്നിനും രേഖകളോ കാര്യങ്ങളോ വേണ്ട. എന്റെ കൗൺസിലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ നിങ്ങൾ കാണാം, ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയറും ചെയ്യുക. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടേ കാണണ്ട. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ബയോഡാറ്റ ഇവിടെ ആവശ്യമല്ല. നമുക്ക് ഇഷ്ടമായോ ഇല്ല, അത്രേ ഉള്ളൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിച്ചു വന്നവര് എന്റെ ഡിഗ്രി